ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. നേന്ത്രപ്പഴവും റവയും കയ്യിലുണ്ടെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ പലഹാരം, അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആയിട്ടോ കഴിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. കടായിയിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കാഷ്യൂനട്ട് ചെറുതായിട്ട് നുറുക്കിയതാണ് ഒരു 10 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 10-20 ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉണക്കമുന്തിരിങ്ങ ഇത് കാണാനും നല്ല ഭംഗിയാണ്, ഇടയ്ക്ക് ഇങ്ങനെ കിടക്കുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ നന്നായിട്ട് പഴുത്ത 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടി ഇട്ട് ഈ നെയ്യിൽ കിടന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോൾ ഇതേപോലെ കിട്ടും. നമുക്ക് ആ സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക ഏത്തപ്പഴം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാനും എളുപ്പമുണ്ട്, എന്നാൽ കുറച്ച് കടിക്കാൻ കിട്ടുകയും ചെയ്യും. ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 5 ഏലക്ക ഞാൻ ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് നാളികേരം കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. നാളികേരം ചിരകിയതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 5 ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ശർക്കര പാനിയാണ് എടുക്കുന്നത്. 1/2 കപ്പ് ശർക്കര പാനിയാണ് എടുത്തിരിക്കുന്നത്. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാവാം. ഏത്തപ്പഴം നല്ല പഴുത്തതായതുകൊണ്ട് തന്നെ 1/2 കപ്പ് ശർക്കര പാനി മതിയാവും. അതിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല സ്വാദാണ്. അപ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ, നമ്മൾ ഏലക്കയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് റവയാണ്, വറുത്ത റവയാണ്, വറുക്കാത്തതോ വറുത്തതോ നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വറുത്ത റവ എടുത്തതേ ഉള്ളൂ. ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് വറുത്ത അരിപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അരിപ്പൊടി നമുക്ക് വറുക്കാത്തോ വറുത്തോ എടുക്കുക. ഇതിപ്പോൾ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, ഇടിയപ്പപ്പൊടി, അത് ഏതുമാവാം. 1/2 കപ്പ് അതുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, കുമിൻ സീഡ്സ് ഉണ്ടല്ലോ, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല ഫ്ലേവറാണ്. അത് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചെറിയ തീയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക കേട്ടോ. ഒന്നും കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കി പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമുക്കത് എല്ലാം റെഡി ആയതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് തീ ഒന്ന് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് കഴിയുമ്പോൾ കൈകൊണ്ട് നമുക്ക് ഇതേപോലെ കുഴച്ചെടുക്കാവുന്നതാണ്. നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിൽ പ്രത്യേകിച്ച് എണ്ണയൊന്നും എടുത്തിട്ടില്ല, വേറെ പ്രത്യേകിച്ച് ആദ്യം ഒഴിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഇതേപോലെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ ആ വാഴയിലയുടെ സൈഡ് ചേർത്ത് ഇങ്ങനെ മടക്കിയെടുക്കുക. വാഴയിലൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇലയൊന്നും പൊട്ടിപ്പോവുകയില്ല. ഇങ്ങനെ നമുക്ക് ഇതേപോലെ ചുരുട്ടിയെടുക്കാവുന്നതാണ്. ഇതേപോലെ എടുത്തതിന് ശേഷം അപ്പച്ചെമ്പ് ഞാൻ ചൂടാക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ മടക്കി നമുക്ക് അതിലേക്ക് ആവി കയറ്റാവുന്നതാണ്. ഒരു 10 മിനിറ്റ് ആവി കൊണ്ടാൽ മതിയാവും. ഇപ്പോൾ നമ്മളുടെ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു മണവും നല്ല കാണാനും നല്ലതാണ്, കഴിക്കാനും നല്ലതാണ്. കുട്ടികളൊക്കെ പെട്ടെന്ന് കഴിച്ചോളും. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.